ഒരു പാനിലോട്ട് 2-3 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും വൈറ്റ് പെപ്പർ പൗഡറും കുറച്ച് ബ്ലാക്ക് പെപ്പർ പൗഡറും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കോൺഫ്ലവറും ഇത്തിരി മൈദയും കുറച്ച് ചില്ലി പേസ്റ്റും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലോട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ച ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ ബാറ്ററുമായിട്ട് ചേരുന്ന വിധം ഒന്ന് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം എണ്ണ ചൂടാക്കി ഈ ചിക്കൻ കഷ്ണങ്ങൾ അതിലോട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ വറുത്ത് കോരി ഇങ്ങെടുക്കണം. ഇതൊരു ബൾക്ക് കുക്കിംഗ് സ്റ്റൈലാണ് കേട്ടോ. ഏകദേശം ഒരു 10 കിലോ ചിക്കനെങ്കിലും കാണും. ഇനി ഒരു ഉരുളി ചൂടാക്കി അതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലോട്ട് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്നു വരുമ്പോൾ ഇതിലോട്ട് ചെറുതായി അരിഞ്ഞ പച്ചമുളകും കുറച്ച് സെല്ലറി അരിഞ്ഞതും സ്പ്രിംഗ് ഒനിയൻ ഇട്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇവ വഴന്നു വരുമ്പോൾ ഇതിലോട്ട് ചെറുതായി അരിഞ്ഞ സവോള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ മറക്കല്ലേ. ഇനി ഇതിലോട്ട് ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ ക്യാപ്സിക്കം ഒനിയൻ ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കവും ഒനിയനും നന്നായി വഴന്നു വരുമ്പോൾ ഇതിലോട്ട് ചില്ലി പേസ്റ്റ്, ടൊമാറ്റോ സോസ്, ഇത്തിരി സോയാ സോസ്, കുറച്ച് ചില്ലി സോസ് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴന്നു വരുമ്പോൾ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, ലേശം പഞ്ചസാര, വൈറ്റ് പെപ്പർ പൗഡർ, ഇത്തിരി ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ആവശ്യത്തിന് സ്റ്റോക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിലോട്ട് തിക്കനിങ് ഏജൻറ്റായ കോൺഫ്ലവർ കലക്കിയത് മിക്സ് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിക്കുക. കൂടെ ഇത്തിരി സെല്ലറിയോ ലീക്സോ സ്പ്രിംഗ് ഒനിയൻ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്.